ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നൊരു റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ലൊരു വൈറ്റ് ഡോണറ്റാണ്. അതിൻ്റെ ഉള്ളിൽ കസ്റ്റർഡൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള നല്ലൊരു വൈറ്റ് ഡോണറ്റ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ലൂക്ക് വോം വാട്ടർ ഒരു 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും, നന്നായിട്ടത് പുളിച്ച് പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് മറ്റൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം. ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സും കൂടി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് മൈദപ്പൊടിയാണ്. ഒരു 1.5 കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 1.25 കപ്പ് മൈദപ്പൊടി. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള 1/4 ഭാഗം കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊരു ചപ്പാത്തിയുടെ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത്. ഇപ്പം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പും കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളതും കൂടി നമുക്കിതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ആ ഡോയിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്ക് ഈ മാവിൻ്റെ ഡബിളായിട്ടത് പൊങ്ങി വരും. അതാണ് ശരിക്കുള്ള പാകം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡോണറ്റിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള കസ്റ്റർഡ് സോസ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് പാലും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സോസ് തയ്യാറാക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം. അതിലേക്ക് ഒരു 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കണം. അതിനൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ചുള്ള ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡിൻ്റെ മിക്സും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കസ്റ്റേർഡ് മിക്സ് ഒഴിക്കുമ്പം നമ്മൾ ഇതുപോലെ കൈ ഇളക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് ലംസ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വളരെ നന്നായിട്ടൊന്ന് കൈ ഇളക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ മിക്സ് ഒന്ന് കട്ടിയായി വരാൻ തുടങ്ങും, ഒന്ന് കുറുവി വരാൻ തുടങ്ങും. ഇപ്പം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് സമയം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കസ്റ്റർഡ് സോസൊക്കെ നന്നായിട്ട് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ മാവ് ഇവിടെ പൊളിച്ച് പൊങ്ങി ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് കുറച്ച് മാവ് നമ്മുടെ ബോർഡിലേക്കൊന്ന് തൂക്കി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ പരത്തുന്ന സമയത്ത് നമ്മൾ മാവ് ഇത് മുകളിൽ ഒന്ന് തൂവി കൊടുത്തിട്ട് പരത്തി കൊടുക്കണം. അപ്പോൾ ഈ ഒട്ടുന്നതൊന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നീട് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 1/4 ഇഞ്ച് കട്ടിയിലാണ് പരത്തിയെടുക്കേണ്ടത്. ഒരുപാട് ഫ്ലാറ്റായിട്ട് പരത്തേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരു തിക്നെസ് ആവശ്യമുണ്ട്. അതിനുശേഷം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കട്ടർ ഉണ്ടെങ്കിൽ അതായാലും സാരമില്ല, അല്ലെങ്കിൽ ഇതുപോലെ കുപ്പിയുടെ അടപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു നനഞ്ഞ തുണിയുണ്ട്, അതായത് ഈർപ്പമുള്ള തുണിയുണ്ട്, ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പം ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഡോ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അത് ഫ്രൈ ചെയ്യാൻ ഇട്ട ഉടനെ തന്നെ അത് ബൾജ് ചെയ്ത് വരാൻ തുടങ്ങും. കാരണം അത് നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടതുകൊണ്ട് ഭയങ്കര ഏറി ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഇത് ബ്രൗൺ ആക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യരുത്. അത് ബ്രൗൺ ആവുന്നെങ്കിൽ അത് ഭയങ്കര ഹാർഡായി പോകും, നമുക്ക് സോഫ്റ്റ്നെസ് കിട്ടൂല. ഇതുപോലെ ഒന്ന് ഒരു വൈറ്റ് ഷെയ്ഡ്, ഒരു ലൈറ്റായിട്ടൊരു ബ്രൗണിൻ്റെ ഷെയ്ഡ് വരുന്ന സമയത്ത് നമ്മളിതൊന്ന് തിരിച്ച് മറിച്ച് വിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മളത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്.
അപ്പം ബാക്കിയുള്ള മാവും കൂടി നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മളെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് കസ്റ്റേർഡ് ഫിൽഡ് ഡോണറ്റ് ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഒരു ടൈം എടുക്കുമെന്ന് വെച്ചാൽ മാവ് കുഴച്ചിട്ട് അത് പൊങ്ങി വരുന്ന സമയം അത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്, അതായത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡിൻ്റെ ഫില്ലിങ്ങിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ടൊരു ഫ്രൈ ചെയ്തൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കത്തി കൊണ്ടുവന്ന് ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് ബോളൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാത്തിലും ഹോളിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കഴിക്കണ സമയത്ത് ഒന്നിച്ച് ഒരെണ്ണമായിട്ട് വായിക്കാത്തിട്ടൊന്ന് കഴിക്കണം. അപ്പോഴത്തേക്കാണ് അതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് ടേസ്റ്റ് ഫുള്ള് നമുക്ക് വായിൽ കിട്ടുള്ളൂ. അപ്പം ഇത്രയും സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വൈറ്റ് കസ്റ്റേർഡ് ഫിൽഡ് ഡോണറ്റ് ഇവിടെ റെഡിയാണ്. അപ്പം ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.